തുണ്ടിപ്പ പറയാനെ കടലാസില് കണക്കിന് കായി വരും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇസ്മി അൻഷു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ചേസ് പണയം കൊടുക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ചേസ് ആയിട്ട് നമ്മൾ ഇന്ന് പ്രകാശ് പോവുകയാണ്. അപ്പോൾ ചെറിയ സർപ്രൈസ് പ്രകാശ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോഴാണ് നമ്മളെ ഷെമ്പിൽ ബ്രോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ചേസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഷെമ്പി മാത്രമല്ല പോകണം, ഷെമ്പിൽ ബ്രോ ഉണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം രണ്ട് സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്കില്ലേ. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ അൻഷുബ്രോനോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അൻഷുബ്രോയുടെ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ ചേസിൻ്റെ മൂഡ് നോക്കി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അൻഷുബ്രോ അവിടെ ഉണ്ട്. അപ്പോൾ അൻഷുബ്രോന്ന് പറയാം, അൻഷുബ്രോ. അപ്പോൾ ഷെമ്പിൽ ബ്രോ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ കയ്യിൽ എല്ലാ വണ്ടികളും ഉണ്ട്, പക്ഷേ 24 സീറ്റ് വണ്ടി ഇതുവരെ നമ്മളെ കയ്യിലില്ല. അങ്ങനെ ഒരു വണ്ടിക്ക് എടുക്കേണ്ട ഒരു വല്ലാത്തൊരു ലുക്കാണ് ഗൈസ്. അപ്പം നമുക്ക് ഇന്നൊരു 24 സീറ്റ് വണ്ടി ഡെലിവറി എടുക്കാനുണ്ട്. അത് നമുക്ക് തന്നെ കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഈ വണ്ടി കൊണ്ട് വീട്ടിൽ നിന്ന് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ പ്രകാശിക്കാണ്. പിന്നെ അവിടുന്ന് നേരെ കുറച്ച് ദൂരമാണ് ഒന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് കേട്ടോ ഗൈസ്, നമ്മളെ വാഷ് ടവറിൽ വണ്ടി വാഷ് ചെയ്യാൻ ഏരിയ ഒക്കെ ഇല്ല, ഇവിടെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വിടാം നമ്മളെ പ്രകാശിക്ക്. ഇപ്പോൾ ഒരു മിനി ബസ് എന്ന് പറയുമ്പം നമ്മളെ കയ്യിൽ ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ മിനി ബസ് നമ്മൾ ഇറക്കിട്ട് ഗൈസ്, അത്ര നമ്മൾ ഇറക്കിട്ട്. പക്ഷെ ഇപ്പം ഇറക്കണ ഒരെണ്ണം മാത്രമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഒന്നുകൂടി ഇറക്കിട്ട് നോക്കട്ടെ ഗൈസ്. ഇറക്കുമ്പോൾ നമ്മൾ ഇറക്കിയിട്ട് ഇരിക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കത് നേരെ അയിലാണ് പോകേണ്ടത് ഗൈസ്. നമ്മൾ ഷെഡിക്ക് വിചാരിച്ചിരിക്കാൻ ഇപ്പോഴാണ് മനസ്സിലായി, നമുക്ക് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാണ് പോകേണ്ടത് ഗൈസ്. അപ്പം പ്രകാശിക്ക് പോകേണ്ടത് ഷെഡിക്ക് പോകുന്ന റൂട്ടായി പോയി. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ പോകുന്നത്, ശരിക്കും നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞാണ് ഗൈസ്. പിന്നെ വഴി മാറിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ പോകുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അതിൽ എങ്ങനെയാണ് കേട്ടോ, നമ്മൾ പ്രകാശിക്ക് പോകുന്ന റൂട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ പ്രകാശിക്ക് പോയേക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു സർപ്രൈസ് മാത്രമല്ല, ഒരു കിടിലൻ സർപ്രൈസ് കൂടി ഉണ്ട്. നമ്മളെ പ്രകാശിന് ഒരു വണ്ടിൻ്റെ ഡെലിവറി കൂടി ഉണ്ട്. അപ്പം ആ ഡെലിവറി കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം വേറെ ആരും ഡെലിവറി അല്ല, നിങ്ങൾക്ക് സർപ്രൈസാണ് പ്ലീസ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാൻ ആരുടെ ഡെലിവറി ആണ്. പക്ഷെ വണ്ടി ഞാൻ സർപ്രൈസ് ആക്കി വെക്കില്ല, ഇവിടെ അസ്ത്രയാണ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. സർപ്രൈസ് പൊളിക്കില്ല കേട്ടോ ഗൈസ്. നൈസായിട്ടൊന്നും ഇടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഇവിടെ എത്തുമ്പോൾ റെഡി ആക്കിക്കോളൂ. വണ്ടി കാര്യമായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ ഗൈസ്. വണ്ടി ഡ്രൈവിങ് കണ്ടീഷനാണ്. പ്രകാശിക്കല്ലേ പോണേ, അവിടെ നിന്ന് റെഡി ആയിക്കോളൂ കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് നേരെ ഇവിടെ നമ്മൾ സോൾവ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ നേരെ ഇടുന്ന പ്രകാശിക്ക് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. രണ്ടും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ പ്രകാശിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബസ് നമുക്ക് ചേസ് നമുക്ക് പ്രകാശിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചേക്കാം. തന്നിട്ട് ഗൈസ് നമ്മൾ പ്രകാശ് ഇപ്പോൾ ഒരു ബസ്സിൽ ബോഡിയുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടീമിന് ഇൻഫോം ചെയ്യാം. അപ്പം പുത്തനായിട്ട് ഒരു വണ്ടി ഇപ്പം ഇവിടുന്ന് ഡെലിവറി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടി നമുക്ക് പങ്കെടുക്കാണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ വണ്ടി ഇവിടെ കിടക്കുകയാണ്. അപ്പം ഇപ്പം എല്ലാവർക്കും നമ്മളെ ചേസ് ഇനി ഇത് ഇറങ്ങാൻ പോണ കിടിലൻ ബോഡിയിലാണ് കേട്ടോ ഗൈസ്. അപ്പം ബോഡി ഇതുവരെ നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല. അപ്പം നമ്മളിനി വീട്ടിൽ നിന്ന് റിവീൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വണ്ടിയൊക്കെ ഏകദേശം പണിയൊക്കെ തുടങ്ങുമ്പോഴാണ് കേട്ടോ ഗൈസ് നമ്മൾ റിവീൽ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നമ്മൾ റിവീൽ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് പോയി ഫോളോ ചെയ്യണം. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റേ ഡെലിവറിക്ക് പോകാം ഗൈസ്. നമ്മൾ ഡെലിവറി കാണാൻ വന്ന ബസ്സിൻ്റെ ബാക്കാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ ഇരിക്കുകയാണെന്ന്. ഇപ്പോൾ അസ്ത്രയാണ്. അപ്പം അതാണ് കേട്ടോ ഗൈസ് നമ്മൾ ഡെലിവറി എടുക്കാൻ വന്ന വണ്ടീൻ്റെ സൈഡ് ഇത് തന്നെയാണ് ഗൈസ്. നമ്മൾ വയനാടൻ ട്രാവൽ ഹബിൻ്റെ പുതുപുത്തൻ അസ്ത്ര മോഡലിൻ്റെ ഡെലിവറി കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പം നമുക്ക്
ഒരു ഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇൻറ്റീരിയറൊക്കെ ഏറ്റവും ക്ലീനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി മെല്ലെ എടുത്ത് നോക്കാം ഗൈസ്. നല്ല സോഫ്റ്റാണ് ഗൈസ്. ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്കും പണിയാണ് ഗൈസ്. അപ്പം നേരെ നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്കും എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം ടൈമിനുള്ള നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടിയും ഇറക്കണം ഗൈസ്. അത്രയുള്ള നമ്മളേതായാലും ഈ വണ്ടിയും കൊണ്ട് നേരെ പോവാണ്. അപ്പം ഇവിടെ കുറച്ച് അടുത്തായിട്ട് വന്നിട്ട് നമ്മൾ ഒരു ഏരിയ വരുന്നത് അവിടെയാണ് നമ്മൾ പുത്തൻ ഡെലിവറി പോയി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പോയിനെ കൂടി കാണാൻ പോവാണ് ബസ്സിൽ. അപ്പോൾ ഏതായാലും നേരെ അവിടെ എത്തിയിട്ട് കാണാം കേസ്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ പുതുപുത്തൻ പ്രൈവറ്റ് ബസ് ഇതിലെ റൂട്ടിലാണ് കേസ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇറക്കിയിട്ടാൽ മതി, ഞാൻ റൂട്ടിൽ പോയിക്കൊണ്ട് വരുന്നു. പക്ഷെ അവർ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ കയറ്റിയിട്ടുണ്ട് ബസ്സിൽ. അപ്പോൾ നമുക്കും അവരെപ്പോൾ പോവാം. അപ്പോൾ ഇവിടെ വരും കാണാൻ പൂതേക്കുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ പുതുപുത്തൻ മിനി ബസ്. അപ്പം സെനോൺ ടീമിൻ്റെ എന്നാണ് കേട്ടോ ഗൈസ് നമ്മൾ ബസ് എടുക്കാൻ പോണേ. അപ്പം ബസ് ഇപ്പം ആദ്യം റെഡായിരുന്നു, ഇപ്പം വൈറ്റ് അടിച്ചിട്ടുണ്ട്. കിടില വർക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ ബസ് വരാൻ പറഞ്ഞ ലൊക്കേഷൻ. അപ്പം ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഗൈസ് നമ്മളെ വണ്ടി ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ കിടിലനായിട്ട് പണി തീർക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം ഡോർ ഹാൻഡിൽസൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. നടന്നറ ദുനിയാവില് പലതുണ്ടിപ്പ പറയണ കടലാസില് നേരാ